ലോകത്തിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്ന രാജ്യങ്ങളിലൊന്നായ ഉത്തര കൊറിയയിൽ നിന്ന് അതിസാഹസികമായി പുറത്തെത്തിച്ച രഹസ്യ സന്ദേശങ്ങൾ ഇന്ന് നമുക്ക് മുൻപിലുണ്ട്. കടുത്ത അടിച്ചമർത്തലുകൾക്കിടയിലും തങ്ങളുടെ വിശ്വാസം കൈവിടാതെ കാത്തു സൂക്ഷിക്കുന്ന അണ്ടർഗ്രൗണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ വാക്കുകൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ഓപ്പൺ ഡോഴ്സ് ആണ് പുറത്തുവിട്ടത്. ഉത്തര കൊറിയയിൽ പരസ്യമായി മതാരാധന നടത്തുന്നത് മരണശിക്ഷയോ തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റവുമാണ്. അതിനാൽ ചെറിയ ഗ്രൂപ്പുകളായി വീടുകൾക്കുള്ളിലോ ഭൂഗർഭ അറകളിലോ അതീവ രഹസ്യമായാണ് അവർ ഒത്തുകൂടുന്നത്. ബൈബിൾ കൈവശം വയ്ക്കുന്നത് പോലും പിടിക്കപ്പെട്ടാൽ ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കാം. ഞങ്ങൾ മരിക്കാൻ ഭയപ്പെടുന്നില്ല, കാരണം ഞങ്ങളുടെ പ്രത്യാശ കർത്താവിലാണ് എന്നാണ് ഒരു രഹസ്യ വിശ്വാസി അയച്ച സന്ദേശത്തിൽ പറയുന്നത്. തണങ്കൽ പാളയങ്ങളിലെ ക്രൂരമായ പീഡനങ്ങളും പട്ടിണിയും അതൊക്കെ അതിജീവിച്ചും അവർ പ്രാർത്ഥന ഇന്നും തുടരുന്നു. തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും തങ്ങളെ ലോകം മറന്നുപോയിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തണമെന്നുമാണ് ഈ വിശ്വാസികൾ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തോട് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ ശബ്ദം ലോകം കേൾക്കുന്നുണ്ടെന്നറിയുന്നത് ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് എന്ന് മറ്റൊരു സന്ദേശവും വ്യക്തമാക്കുന്നു. ഭരണകൂടത്തിൻ്റെ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾക്കിടയിലും ഉത്തര കൊറിയയിൽ ഏകദേശം 4 ലക്ഷത്തോളം ക്രൈസ്തവരുണ്ട് കണക്കാക്കപ്പെടുന്നത്. ഇവരിൽ വലിയൊരു വിഭാഗം രാഷ്ട്രീയ തടങ്കൽ പാളയങ്ങളിൽ അതിക്രൂരമായ സാഹചര്യങ്ങളിൽ കഴിയുകയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഭക്ഷണ ക്ഷാമവും സാമ്പത്തിക പ്രതിസന്ധിയും രൂക്ഷമായ ഈ രാജ്യത്ത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏക ആശ്വാസം തങ്ങളുടെ രഹസ്യ കൂട്ടായ്മകളാണെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തര കൊറിയയിലെ ഈ മനുഷ്യത്വ വിരുദ്ധമായ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളുടെ സഹോദരങ്ങളാണ് ഇവരൊക്കെ. കർത്താവേ, ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ.